കേട്ടോ. ഇച്ചിൻ്റെ അടുത്ത് പോയി പറയും ഇങ്ങനെ നമ്മുടെ അടുത്തൊന്നും ഷെയർ ചെയ്യത്തില്ല. നടക്കുന്ന സമയമുണ്ട്, രാവിലെ എഴുന്നേക്കുന്ന സമയമുണ്ട്, ഓരോരോ സമയങ്ങളൊക്കെ ഉണ്ട്. നല്ല കുശുമ്പ് കാട്ടും. മമ്മി അങ്ങനെയല്ല. കാലത്തല്ലേ ഉഗാണ്ടെന്ന് പറഞ്ഞ സ്ഥലാ. എന്നിട്ട് റോസ്റ്റ് ചെയ്യാതെ അത്ര നികൃഷ്ടമായി പറയണേ. ഞാൻ പറയാൻ വന്നത് ആക്കി എന്റെ അമ്മയമ്മന്ന് പറഞ്ഞ എന്റെ അമ്മ കേട്ടോ. മമ്മി പൈസ എല്ലാം തന്നായിരുന്നു എനിക്ക്. ദൈവം എന്തൊരു എക്സ്പ്ലനേഷൻ. ഇപ്പോഴും കുഞ്ഞ് 10 മണിയാവാതെ എഴുന്നേക്കാറില്ല. ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. ഹലോ കുഞ്ഞു. ഞാൻ പറയാൻ വന്നതാ. നീ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കൊരു പുതിയ വീഡിയോ ആയിട്ടാ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം. വീഡിയോ എന്താന്ന് വെച്ചാല് കുറേ പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മായിമ്മനെ കുറിച്ച് പറയാനാണ്. അപ്പൊ ഇന്നത്തെ നമ്മൾ ആക്ച്വലി നമ്മളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ള വീഡിയോ ചെയ്തായിരുന്നു. സോ അത് കണ്ടിട്ട് ഇവൾക്ക് കുറെ പേഴ്സണൽ മെസ്സേജും എനിക്ക് ലൈക്ക് നമ്മുടെ ഓസ്ട്രിയൻ മല്ലു കപ്പിളിലെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജുകളും വന്നു. എങ്ങനെയാണ് കുഞ്ഞുവിന്റെ അനുഭവം? കുഞ്ഞുവിന് അമ്മായിമ്മനെ കുറിച്ച് പറയാനാണ് എല്ലാവരും ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മായിമ്മനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വന്നേക്കുന്നത്. അപ്പൊ ചിലതൊക്കെ എനിക്ക് പറയാനുണ്ട്. എന്താ ഞാൻ കഴിഞ്ഞ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അത്ര നികൃഷ്ടമായി പറയണേ. ഒന്നുമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ. അപ്പൊ എന്റെ അമ്മായിമ്മനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് എന്നെ അമ്മായിമ്മ വളരെ നല്ലതാണ്. എനിക്ക് ഒന്നാമത് അമ്മായിയമ്മ എന്ന് ഈടത്ത് ഒന്നാമത് ഇഷ്ടമല്ല. മമ്മി, ഞാൻ മമ്മീനെ വിളിക്കുന്നത്. അപ്പൊ മമ്മി വളരെ നല്ല മമ്മിയാണ്. പൈസ എല്ലാം തന്നായിരുന്നു എനിക്ക്. ആൾക്കാർ ചുറ്റി ആക്കി പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ ശേഷം, അതായത് നമുക്കൊരു കല്യാണം ഫിക്സ് ചെയ്യുന്ന മുന്നേ എന്തായാലും നമുക്കൊരു 2 മാസം കാണുമല്ലോ. കാണൂലോ, നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. എന്ത് കാണൂലോ? എന്നിട്ട് റോസ്റ്റ് ചെയ്യാതെ. നമ്മള് ആക്ച്വലി നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്തത് നവംബറിലാണ്. സോ നവംബർ ഡിസംബർ ജാനുവരിയിലാണ് കല്യാണം. ആ 2 മാസത്തിനെ കുറിച്ചാണ് ഇവള് പറഞ്ഞത്. ഓക്കെ, ഇനി പറഞ്ഞോ. എന്റെ ദൈവം, എന്തൊരു എക്സ്പ്ലനേഷൻ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് 2 മാസം ഉണ്ടായിരുന്നു. അപ്പൊ മമ്മി ഇങ്ങനെ ഡെയിലി വിളിക്കും, ഇച്ചും വിളിക്കും. അപ്പൊ എന്ന് സംസാരിക്കായിരുന്നു. അപ്പൊ ഏകദേശം എനിക്കറിയാം ഓക്കെ മമ്മി നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്തുവാ, മമ്മി നന്നായിട്ട് സംസാരിക്കും. അത്യാവശ്യം മമ്മി ഫുൾ ഓപ്പൺഡ് ആണ്. അല്ല പണ്ടത്തെ ഈ യുഗാണ്ട കാലത്തെ അമ്മച്ചിമാരോ അങ്ങനൊന്നും അല്ല. ഉഗാണ്ട കാലത്തല്ലേ ഉഗാണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലാ. പണ്ടത്തെ കാലത്തെ ലൈക്ക് അങ്ങനെയൊന്നും അല്ല. മമ്മി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. മമ്മി ന്യൂജൻ മമ്മിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? മമ്മി ഇച്ചിരി ന്യൂജന. അപ്പം പിന്നെന്താ വേറെ പറയാനുള്ളത് വെച്ചാല്, ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നപ്പോ തന്നെ എനിക്ക് ഞാൻ ചോദിക്കാം, നിന്റെ ഫസ്റ്റ് നിന്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ഇതെന്താണ് ഇംപ്രഷൻ, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞതൊക്കെ വെച്ചുള്ള നീ ഫസ്റ്റ് സംസാരിച്ചപ്പോൾ നിനക്ക് തോന്നിയത് എന്താണ്? ഫസ്റ്റ് സംസാരിച്ചപ്പോൾ എന്താ തോന്നി? എനിക്കൊന്നും തോന്നിയില്ല. തോന്നിയത് ഒരു കാര്യം എന്ന് വെച്ചാൽ മമ്മി എന്തായാലും ന്യൂജനാണ്, വേറൊരു കാര്യം. പിന്നെ രണ്ടാമത് തോന്നിയത് മമ്മി ഭയങ്കര ഫ്രീ ഓപ്പൺ മൈൻഡഡ് ആണ്. പിന്നെ മമ്മിയോട് നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റും, എന്തും പറയാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നിയത്. എനിക്ക് നമ്മളൊരാൾ സംസാരിക്കാൻ ഒന്നും തോന്നൂല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ. നിന്റെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് നമ്മൾ വീട്ടിലോട്ട് വരുന്ന ആ ദിവസത്തെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വീട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ രാവിലെ എഴുന്നേക്കണമല്ലോ. അങ്ങനെയാ തോന്നിയത്. ദൈവമേ മമ്മി എന്ത് വിചാരിക്കും, ഡാഡി എന്ത് വിചാരിക്കും, രാവിലെ എഴുന്നേക്കണം, ഇനി കിച്ചണിൽ കയറി രാവിലെ എഴുന്നേറ്റ് ചായയും കാപ്പിയും. നമ്മൾ ഇങ്ങനെയല്ലേ ഓരോന്ന് കേട്ടിട്ടുള്ളത്, ഇങ്ങനെയല്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പം പപ്പ മമ്മി നേരത്തെ എഴുന്നേക്കണം, നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ മമ്മി അങ്ങനെയല്ല. മമ്മി നേരെ തിരിച്ചാ. മമ്മി മോള് കിടന്നോ, ഇപ്പോഴൊന്നും എഴുന്നേക്കണ്ട, 10 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ലൈഫ് സെറ്റ്. കുഞ്ഞു അത് ഇപ്പോഴും പാലിക്കുന്നുണ്ടെന്നാണ് അതിന്റെ വലിയൊരു സത്യം. ഇപ്പോഴും കുഞ്ഞു 10 മണിയാവാതെ എഴുന്നേക്കാറില്ല. വീട്ടിലെങ്ങനെയാന്ന് വെച്ചാല്, വീട്ടിലാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചാ. ഓക്കെ, ബാംഗ്ലൂരിൽ എന്റെ വീട്ടില് നേരെ തിരിച്ചാ. ഇവിടെ നടക്കുന്നത് കാര്യം നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ. ഞങ്ങളുടെ വീട് എൻ്റെ അപ്പമ്മ വെച്ചാൽ അത്യാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെയാണ്. അപ്പോൾ രാവിലെ പപ്പയ്ക്ക് നമുക്ക് കിടക്കുന്ന സമയമുണ്ട്, രാവിലെ എഴുന്നേക്കുന്ന സമയമുണ്ട്, ഓരോരോ സമയങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ സമയങ്ങളേ ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ സമയമില്ല. ഇവർ വീട്ടിൽ വന്നപ്പം കഴിക്കാൻ ഒരു സമയമില്ല. ഞങ്ങൾ 10, 9, 12, 1 മണി വരെ കഴിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മളെ വീട്ടിലാണെങ്കിൽ 10:30, 9:30, 10 മണിയാകുമ്പോൾ ഞങ്ങൾ കിടന്നിരിക്കും എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എന്റെ അമ്മായിമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നീ ഹാപ്പി ആണോ അതോ അല്ലോ അയ്യോ പെട്ടുപോയോ? അതാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഡാഡിയും മമ്മിയും ചേച്ചിമാരൊക്കെ കിട്ടിയത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി കല്യാണത്തിന് ഞാൻ ഇച്ചുവിന് മാത്രമല്ല, എൻ്റെ പാർട്ട്ണർ മാത്രമല്ല, പക്ഷെ എൻ്റെ ഇപ്പോൾ വരുന്ന ഡാഡിയും മമ്മി ആയാലും ഫാമിലി മൊത്തം എനിക്ക് നല്ലൊരു ഒരു ഫാമിലിയും ഒരു പാർട്ട്ണറിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ
കുറേ വർഷത്തെ പ്രാർത്ഥനയാട്ടോ. പപ്പയും മമ്മിയും എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണമെങ്കിൽ, ഒരു നല്ല കുടുംബം വേണമെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവം ആ പ്രാർത്ഥന നമ്മൾ കേൾക്കാതിരിക്കത്തില്ല, എന്നാലും നിനക്ക് നല്ലൊരു ജീവിതം കാണത്തുള്ളൂ എന്നാണ്. അപ്പം കുറേ വർഷത്തെ പ്രാർത്ഥനയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇച്ചു ആയാലും ഡാഡി മമ്മി ചേച്ചിമാരായാലും എല്ലാവരും അടിപൊളി ഫാമിലിയാണ്. എന്തായാലും ഞാൻ കെട്ടിച്ചു വിട്ടതും ഒന്നും പറയാനില്ല, നല്ല അല്ല ലൈക്ക് എന്നെ കെട്ടിച്ചു വിട്ടത് പപ്പയും മമ്മി എന്നെ കെട്ടിച്ചു വിട്ടത് ഫാമിലി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നീ ഫസ്റ്റ് ഡേ വന്നു, സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് നിനക്ക് എന്താണ് വീട്ടിൽ വന്നപ്പോൾ നിനക്ക് കിട്ടിയ ഒരു ലൈക്ക് നിന്റെ ഫീലിങ്സ് എന്തായിരുന്നു? ലൈക്ക് ചേച്ചിമാര്, മമ്മി, ഡാഡി, അതൊക്കെ. അമ്മായിയമ്മ എന്ന് പറയുമ്പം എനിക്ക് അങ്ങനെ എൻ്റെ പപ്പ മമ്മി എങ്ങനെയാണ് എനിക്ക് അതുപോലെ തന്നെ. ഇപ്പം എനിക്കൊരു ബ്രദർ ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് +2 ഒരു 2 ചേച്ചിമാരെ കിട്ടി, മൂത്ത ചേച്ചിമാരെയും കിട്ടി, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, 2 ഡാഡി മമ്മിയും കിട്ടി, അത്രേ ഉള്ളൂ. ഈ ചേച്ചിമാരോട് വല്ല കുശുമ്പോ അമ്മായിയമ്മേനോട് കുറച്ച് കുശുമ്പോ? എനിക്ക് അങ്ങനെ ഒരു കുശുമ്പും ഇല്ല, ഒന്നുമില്ല. അല്ല, അവര് നിന്നോട് എന്തെങ്കിലും കുശുമ്പോ? എന്നെ സ്വന്തം മോളെ കാണുന്നത് വീട്ടില്, ഞങ്ങള് ലൈക്ക് എന്നെ അങ്ങനെ കാണുന്നത് ആരും. ആക്ച്വലി അങ്ങനെയാ നമ്മളെ വീട്ടിൽ അങ്ങനെ ലൈക്ക് ഭയങ്കര ഫ്രീഡം ആണ്. ഇവൾക്കായാലും എനിക്കായാലും എല്ലാം നമ്മൾ ഭയങ്കര ഓപ്പൺ ആണ്. മമ്മിയായിട്ടാണെങ്കിലും ഡാഡി ആയിട്ടാണെങ്കിലും നമുക്ക് എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു. മമ്മി ഡാഡി നമ്മളെ വളർത്തിയത് അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ഇല്ലാതെയാണ് ഞങ്ങൾ ഡാഡിയും മമ്മിയായിട്ടൊക്കെ ആയിട്ട്. അത് തന്നെയാണ്, ആ ഒരു സെയിം അഫെക്ഷൻ തന്നെയാണ് ഇവൾക്കും അല്ലേ? ആ ഒരു സെയിം ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് പല വീട്ടില് ലൈക്ക് കെട്ടിച്ചു വന്നു കഴിഞ്ഞാല് മോനെ കൊണ്ടുപോയിട്ട് അവരോട് കുറെ സ്വകാര്യങ്ങൾ പറയല്. അതൊന്നുമില്ല ഇവിടെ. ഞാൻ അറിയുന്നതിനെക്കാട്ടും കുറെ കാര്യങ്ങൾ ഇവളറിയാറുള്ളത്. അതുപോലെ തന്നെ അല്ലേ? അങ്ങനെയാണ്. നമ്മളിപ്പോ കുറെ കേട്ടിട്ടുണ്ടല്ലോ, അതായത് നല്ല കുശുമ്പ് കാട്ടും, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയാം കേട്ടോ, ഇച്ചിന്റെ അടുത്ത് പോയി പറയും ഇങ്ങനെ, നമ്മുടെ അടുത്തൊന്നും ഷെയർ ചെയ്യത്തില്ല, നമ്മളെ മാറ്റി നിർത്തി ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ ഫുൾ അതായത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയും, അല്ലാതെ ഇങ്ങനെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊന്നും ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ ഇപ്പം ഈ ഇച്ചുവിന്റെ വീട്ടിലാണെങ്കിൽ, അതായത് മമ്മി ഞങ്ങൾ എറണാകുളത്താണെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മമ്മി അത് പൊട്ടുന്നു, അത് കുഴപ്പമൊന്നുമില്ലടി, അത് എങ്ങനെയാ അത്രേ ഉള്ളൂ. പക്ഷെ അത് പറയും മമ്മി, അങ്ങനെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കത്തില്ല. എന്തെങ്കിലും അല്ല വഴക്കൊന്നും പറയത്തില്ല, തെറ്റായ അങ്ങനെ ഇങ്ങനെയാ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഡാഡിയും പറഞ്ഞിട്ടില്ല, മമ്മിയും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാണ് ആ വീട്ടിൽ, അങ്ങനെയാണ്. അപ്പം അത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. ഏകദേശിച്ച് പറഞ്ഞായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ. ഭയങ്കര ലൈക്ക് നമ്മളെ വീട്ടിൽ ഓപ്പൺ ആണ്, ആ ഒരു ഫീൽ തന്നെയാണ് ഇവൾക്കും കിട്ടിയേക്കുന്നത്. ഇവള് ഭയങ്കരമായിട്ട് മമ്മിയായിട്ട് ഓപ്പൺ ആണ്. മമ്മിയായിട്ട് ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇവിടെ വന്നാൽ തന്നെ എല്ലാ ദിവസവും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടേ ഇവൾക്ക് ഇവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് മമ്മിയോട് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല. രാത്രി 12 മണി, ഇവിടത്തെ 12 മണി, അവിടെ വെളുപ്പിനെ വിളിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇച്ചു പറയുന്ന മുന്നേ ഞാൻ ഡാഡിയോട് പറഞ്ഞിരിക്കും. അപ്പം പിറ്റേ ദിവസം ഇച്ചു വിളിച്ചിട്ട് പറയും, മമ്മി ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതവള് പറഞ്ഞു, ഞാൻ അറിഞ്ഞു എന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടില്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ, ഒരു അമ്മായിയമ്മ അങ്ങനെയാണെന്നൊന്നുമല്ല. മമ്മി, എനിക്ക് മമ്മി തന്നെയാണ്. എൻ്റെ വീട്ടിലെ മമ്മിയും ഏകദേശം ഒരുപോലെയാണ്. ലൈക്ക് എന്റെ സ്വന്തം അച്ഛനും അമ്മയാണ്. അതാ ലൈക്ക് ഈ കല്യാണം കഴിച്ചു അന്ന് ദിവസം കരയണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞുവിന്. ആ പരിപാടി ഞാൻ കരഞ്ഞൊന്നുമില്ല. എല്ലാരും ചോദിക്കുന്നു നീ എന്താ കരയാത്തതെന്ന്. എനിക്ക് കരച്ചിലൊന്നും തോന്നിയില്ല. ബിക്കോസ് എനിക്ക് വീട്ടിൽ വിട്ട ആ ഒരു വിഷമം ഉള്ളിൽ എന്താന്ന് വെച്ചാൽ, ഓക്കെ പപ്പയും മമ്മിയും വിട്ട് അത്രയും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊന്നുമില്ല. ബിക്കോസ് മമ്മി നോക്കിയപ്പോൾ മമ്മി ഡാഡി എൻ്റെ പപ്പാമ്മയും പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. ലൈക്ക് എനിക്ക് ഇപ്പോഴും ആ വിഷമമില്ല കേട്ടോ, ജസ്റ്റ് ഒരു മിസ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര വിഷമം എല്ലാവരും നമ്മളെ ഈ ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെ പോകുന്നത്. എനിക്ക് ആ പ്രശ്നമേ ഇല്ല. എനിക്ക് ആ ഡിസ്റ്റൻസും ഇല്ല. ഡാഡി മമ്മിയുടെ അടുത്ത് ആ ഒരു ഡിസ്റ്റൻസ് എനിക്ക് കീപ്പ് ചെയ്യാൻ അറിയത്തില്ല. ബിക്കോസ് എൻ്റെ അടുത്ത് അവരങ്ങനെ, ഞാനും അങ്ങനെ ശരിക്കും അതാ നമ്മളിപ്പോ ഇപ്പൊ ഇനിയുള്ള വരുന്ന ആൾക്കാർക്കാണെങ്കിലും, ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും, നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോഴാണ് തിരിച്ചും നമുക്കൊരു ഡിസ്റ്റൻസ് കിട്ടുന്നത്. നമ്മൾ ഓപ്പൺ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ തിരിച്ചും നമുക്ക് ഓപ്പൺ ആയിട്ട് നിൽക്കാൻ പറ്റും. നമ്മളടുത്ത് എങ്ങനെ നമ്മൾ ആദ്യം നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ ശേഷം നോക്കിയിരുന്നു, എനിക്ക് അവിടെ അറിയായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ആദ്യം അവരുടെ അടുത്ത് എന്താ പ്രതീക്ഷിക്കുക, അവരിങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ടെററായിരിക്കും, മിക്കവാറും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ല. അങ്ങനെയല്ല, നമ്മൾ ഓപ്പൺ ആണെങ്കിൽ ഓക്കെ, ഫുള്ളി നമ്മളും ഫ്രീ ആ.
അതുപോലെ പിന്നെ എനിക്ക് തോന്നുന്നു കുറെ ഒക്കെ പ്രിജുഡൈസ്ഡ് മൈൻഡ് ആയാലും പ്രശ്നമാണെന്ന് തോന്നുന്നു. ചിലവരൊക്കെ റിലേറ്റ് ചെയ്യും, അവിടെ എന്തോ പറഞ്ഞു അപ്പൊ അത് എന്നെ കുറിച്ചാണ് അല്ലേ. ചിലയിടത്ത് തെറ്റിദ്ധാരണയൊക്കെ കാണും. പിന്നെ കുറച്ച് അങ്ങോട്ട് എന്താ പറയാ കുശലിയെ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അല്ല എന്തെങ്കിലും പരദൂഷണം പരദൂഷണം അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ദൈവകൃപയാൽ എനിക്ക് നല്ലൊരു മമ്മിയും ഡാഡിയും ഈ ചേച്ചിമാരെയും ഇച്ചിരിയും കിട്ടിയേക്കുന്നത്. അതെ, എനിക്കും അതെ കേട്ടോ. എനിക്കും പപ്പയായാലും മമ്മി ആയാലും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ എന്നാലും നല്ല അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ്. സ്ട്രിക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അവര് കുറച്ചുകൂടെ ആ ഒരു സ്പേസ് അത്രേ ഉള്ളൂ. അപ്പൊ അവരും അടിപൊളിയാണ്. സോ അങ്ങനെയാണ് ഈ കുഞ്ഞുവിന്റെ. വേറെ എന്തെങ്കിലും നിനക്ക് അമ്മായി അമ്മേനെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് കുറ്റം പറ, ഒരു രസമല്ലേ? എന്റെ അമ്മായമ്മനെ കുറ്റം പറയാൻ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ എന്ത് കുറ്റം പറയാനാണ് ഞാൻ. കുറ്റം അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ. എനിക്ക് മമ്മിയെ കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. ബിക്കോസ് എന്ത് കുറ്റം ഉണ്ട് ഞാനിങ്ങനെ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒന്നും കുറ്റം പറയാനില്ല എനിക്ക്. മമ്മി ലൈക്ക് ഇൻ ദ സെൻസ് മമ്മി അത്ര നല്ലതാണ്, ഡാഡിയും അത്ര നല്ലതാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും പറയാനില്ല. അപ്പൊ എല്ലാരും കുറെ പേര് ചോദിച്ചായിരുന്നു കുഞ്ഞുവിന്റെ ഫസ്റ്റ് ദിവസത്തെ അനുഭവം. ഇത്ര ഉള്ള നിന്റെ ഫസ്റ്റ് ദിവസത്തെ അനുഭവം? ഇത്ര ചെറുതായിരുന്നു നിന്റെ അനുഭവം? യെസ്, ഓഫ് കോഴ്സ്. രാത്രി കല്യാണം കഴിഞ്ഞ ശേഷം രാത്രി അന്ന് വന്നു. ഫസ്റ്റ് ദിവസം മീൻസ് ഫസ്റ്റ് ഒരു രണ്ടാഴ്ചത്തെ അനുഭവം. 2 ആഴ്ചത്തെ അനുഭവം. വീട്ടിൽ നിന്ന് കിട്ടിയ നിന്റെ ഒരു ഇംപ്രഷൻ, നിനക്ക് കിട്ടിയ ഒരു ഇംപ്രഷൻ ഒക്കെ? എവിടെ പോയാലും പിന്നെ മമ്മി എന്നെ വിളിക്കും കേട്ടോ. മമ്മി എവിടെ പോയാലും ഞാൻ കൂടെ ഒപ്പം കാണും, എവിടെയെങ്കിലും ഒക്കെ അവിടെ കാണും. ഇവര് ഭയങ്കര ബോണ്ടാണ് ഇവര് തമ്മിലുള്ള. മമ്മി എവിടെ പോയാലും ഞാൻ അവിടെ കാണും. അപ്പൊ ഡാഡി ചോദിക്കും എന്നെ വേണ്ട മമ്മിയെ മതിയല്ലേ. ഇവര് പള്ളിയിലെല്ലാരും പറയും ഇവര് ഭയങ്കര ബോണ്ട്. ഇവര് രണ്ടുപേരുമാണ് എല്ലായിടത്തും. ഞങ്ങള് എല്ലാരും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാനും മമ്മിയും ഉള്ള ബോണ്ട്. അപ്പം എന്റെ അമ്മായിയമ്മ എപ്പോഴും പറയുമ്പോൾ എനിക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാട്ടോ. അപ്പൊ ഞാനും മമ്മി എന്നാ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ. അപ്പൊ നിനക്ക് എന്തെങ്കിലും ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും നിനക്ക് ഒരു ടിപ്പ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. കാണുന്ന ആൾക്കാർക്ക് ടിപ്പ് എന്താ പറയാനുള്ളത് വെച്ചാല്, നമ്മള് നമ്മുടെ അമ്മായിമ്മ ഓക്കെ മദർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു സെന്റൻസ് അത് വേണ്ട. മമ്മിയെ നമ്മൾ നല്ലപോലെ നമ്മുടെ അച്ഛനമ്മയെ പോലെ നമ്മൾ അവരെ സ്നേഹിക്കുക. നമ്മൾ നമ്മുടേതായ ഇതിൽ അച്ഛനമ്മയെ എങ്ങനെ നോക്കുന്നോ അവരെ നോക്കുക, സ്നേഹിക്കുക, അതുപോലെ നിൽക്കുക. അല്ലേ, ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ നമ്മൾ അതേപോലെ സ്നേഹിച്ചു പോവുക. പിന്നെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ് ഞാൻ പറയുന്നത്, അല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഇതാണ് നമുക്ക് എല്ലാം സംസാരിക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം, അല്ലേ? അതുവരെ ടാറ്റാ.